നമസ്കാരം. ശ്രുതി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് ഒരാളെക്കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ, കാരണം പ്രതികരിക്കണ്ട എന്നും പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ച് അറിയാവുന്ന അത്രത്തോളം അറിയാവുന്ന ആൾക്കാരെ നെഗറ്റീവ് പറയുമ്പോൾ എത്രയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് അതൊന്ന് പ്രതികരിച്ച് പോകും. അപ്പോൾ അത് ഞാനല്ല, നിങ്ങളായാലും സ്ഥാനത്ത് പ്രതികരിച്ചു പോകും. ഞാൻ ഇന്ന് വന്നാക്കുന്നത് സംഭവം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്തു, എന്തായാലും ഞാൻ സ്വീകരിക്കും. അപ്പം ഞാനിന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ് സജീന വ്ളോഗ്സ്. സജീന വ്ളോഗ്സ് ചെയ്യുന്ന സജീന എന്ന് പറയുന്ന ചേച്ചി. സജീന ചേച്ചിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്, ഇപ്പം നിലവിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് രേണു സുധി. നമ്മുടെ രേണു ചേച്ചി. അപ്പം ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുപാട് ന്യൂസ് രഞ്ജിച്ചയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. രഞ്ജിച്ചയെ കുറിച്ച് നെഗറ്റീവും പോസിറ്റീവുമായ ഒരുപാട് ന്യൂസുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇത് അയച്ചു തരുന്നുണ്ട്. ഇപ്പോൾ സജീന ചേച്ചി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് ചേച്ചിയെ പോലെയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് അയച്ചു തരും. ഇപ്പോൾ സജീന ചേച്ചി രേണു ചേച്ചിക്കെതിരെ ഇടുന്ന വീഡിയോ വേറെ ഒരു സോഷ്യൽ മീഡിയ ആൾക്കാർ ഒരു നെഗറ്റീവ് പറയുമ്പോൾ ചേച്ചി അതിന് ഉടനെ റിയാക്ഷൻ വീഡിയോ ഇടുന്നു. ഇതെല്ലാം ഞാൻ കാണുന്നതുമാണ്. അപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ പ്രതികരിച്ച് അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇപ്പം മെയിനായിട്ട് പ്രതികരിക്കാൻ വന്നൊരു കാര്യം, ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ പറയുന്ന സംഭവം എന്തോന്ന് വെച്ചാൽ, രേണു ചേച്ചി എന്ന് പറയുന്ന വ്യക്തി ലാലേട്ടൻ, നമ്മുടെ ലാലേട്ടൻ രേണു ചേച്ചീനെ എന്തോ പറഞ്ഞു വിട്ടു. ബിഗ് ബോസ് നമ്മളെല്ലാം കണ്ടായിരുന്നു. ഞാൻ രേണു ചേച്ചി ബിഗ് ബോസിൽ പോകണമെന്ന് എൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഈ ബിഗ് ബോസ് വഴി ഈ ജനങ്ങളും അറിയുന്നതിന് മുമ്പേ ഇത് ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്. കാരണം സജീന ചേച്ചി എന്ന് പറയുന്ന വ്യക്തി രേണു ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു. ഞാൻ സജീന ചേച്ചിയുടെ വീട്ടിൽ ചെന്ന സമയത്ത് സജീന ചേച്ചി രഹസ്യമായിട്ട് പറയുന്നത്, ഇത് പുറത്ത് വിടരുത്, ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് അന്ന് ബിഗ് ബോസിൻ്റെ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, രേണു ഇങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, രേണു ഇങ്ങനെ പോകും ചെയ്യുന്നു. അപ്പം ഞാൻ പറയുകയും ചെയ്തു, രേണു ചേച്ചി ഇനി വരുമ്പോൾ വലിയ സ്റ്റാറായിട്ടായിരിക്കുമല്ലോ വരുന്നത് എന്ന് ഞാൻ പറയുകയും ചെയ്തായിരുന്നു. രേണു ചേച്ചി പോകും ഇങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറയരുത്. ഞാൻ ഇല്ല, അപ്പം നമ്മളെ വിശ്വസിച്ച ഒരാൾ പറയുന്നതല്ലേ, നമുക്കത് പറയാൻ പറ്റത്തില്ലല്ലോ. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ നിങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പം ഈ രേണു ചേച്ചിനെ എതിരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ സജീന ചേച്ചി ഇടുന്ന റിയാക്ഷൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റ്, അത് ഭയങ്കരമായിട്ട് എനിക്കങ്ങ് ഹേർട്ട് ചെയ്തു. ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അപ്പം എനിക്ക് തോന്നി, എനിക്കറിയാവുന്ന ഒരു വ്യക്തിനാണ് വേറൊരാൾ അത്രത്തോളം മോശം പറയുമ്പോൾ ഞാൻ പ്രതികരിക്കണം. എനിക്ക് പേഴ്സണലി രേണു സുധി എന്ന് പറയുന്ന വ്യക്തിനെ എനിക്കറിയത്തില്ല. പേഴ്സണലി എനിക്കറിയത്തില്ല. എനിക്ക് രേണു ചേച്ചി എന്താണെന്നോ എങ്ങനെ ഒരാളാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഏക വ്യക്തി സജീന ചേച്ചി മാത്രമാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഈ ചാനൽ റിയാലിറ്റി ഷോ ആയിക്കോട്ടെ, ചേച്ചി വരുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് പരിചയമുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. എനിക്ക് അന്നേ സജീന ചേച്ചിനെയാണ്. അപ്പോൾ ഒരു കമൻറ്റ് ഇങ്ങനെ ഇട്ടാക്കുന്ന ഇതായിരുന്നു, നീയൊക്കെ രേണു സുധിയുടെ പാവാട വള്ളി തൂങ്ങി നടക്കുന്നവളാണോ? അവള് നിനക്ക് 10 ലക്ഷം രൂപ തന്നിട്ട് പോയിട്ടുണ്ട്, അതായിരിക്കും നീ അവൾക്ക് PR വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വെറും മോശം, പറയാൻ പറ്റാത്ത മോശം കമൻറ്റ് ഇട്ടു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ, ഒരു ബെസ്റ്റ് ഫ്രണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കമൻറ്റ് ഇട്ട ആളെ തന്നെ ഞാൻ പറയും, നിങ്ങൾക്കും കാണും നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളെ നല്ലത് പറയുന്ന, നിങ്ങൾ പൈസ കൊടുത്തിട്ടാണോ? അല്ലല്ലോ. നിങ്ങൾ പൈസ കൊടുത്തിട്ടാണോ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ കൊള്ളാമെന്ന് പറയുന്ന? അല്ലല്ലോ. സജീന ചേച്ചി ഇപ്പം രേണു ചേച്ചീനെ അങ്ങനെ പറഞ്ഞ് രേണു ചേച്ചി 10 ലക്ഷം രൂപയൊന്നും കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ സജീന ചേച്ചിക്ക് വേറെ ഒരു വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ. രേണു ചേച്ചിക്ക് അങ്ങനെ 10 ലക്ഷം രൂപ അങ്ങനെ സജീന ചേച്ചി കൊടുത്ത് എൻ്റെ PR വർക്ക് എന്നും പറഞ്ഞൊന്നും അല്ല പോയിട്ടുള്ളതും, അങ്ങനെ ഒന്നും അല്ല ചെയ്തിട്ടുള്ളത്. അതൊന്നും ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. അതിൽ ഏറ്റവും മോശകരമായിട്ട് കുറേ കമൻസ്. ഒരാളെക്കുറിച്ച് നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോഴായിക്കോട്ടെ, നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അതെന്തെങ്കിലും സത്യസന്ധത വേണം. എന്ത് കാര്യം ആയിക്കോട്ടെ. ഇപ്പം ഞാനിപ്പോൾ ഈ പ്രതികരിക്കാൻ വന്ന കാര്യം തന്നെ, ഞാൻ ഒരുപാട് വീഡിയോസ് സജീന ചേച്ചിയുടെ ആയാലും രേണു ചേച്ചിയുടെ ആയാലും ഒരുപാട് വീഡിയോസ് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കിട്ടുന്നതുപോലെ എൻ്റെ ഫ്രണ്ട്സും എനിക്ക് അയച്ചു തരുന്നുണ്ട്. എൻ്റെ സജീന ചേച്ചി ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്ത് തരുന്നുണ്ട്. അവർ വഴി ഇതാണ് സജീന ചേച്ചി പുതിയ വീഡിയോ ഇട്ടു, അതിൽ രേണു ചേച്ചിയെ കുറിച്ചുള്ള ഇതെല്ലാം എനിക്ക് അയച്ചു. ഞാനിത് കാണുന്നുണ്ട്. പക്ഷെ ഞാനിത് പ്രതികരിക്കാം എന്നും തീരുമാനിച്ചൊരു മെയിൻ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഒരു
ഒരാളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അയാൾ പൈസ കൊടുത്തിട്ടാണ് നല്ലത് പറയുന്നതെന്ന് എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഈ കമൻ്റ് ഇട്ട ആൾ പറഞ്ഞത്. അതെന്തോ കാര്യത്തിലാണ് ആ പറയുന്നത്. അത് വെറും മോശമായിട്ടുള്ള കമൻറ്റാണ്, വെറും മോശം. എനിക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ എനിക്ക് പറഞ്ഞ് പറ്റാത്തൊരു കമൻറ്റാണ് ആ പുള്ളി ഇട്ടാക്കുന്നത്. അതാരാ, അത് ഫേക്ക് അക്കൗണ്ടാണെന്ന് കണ്ടാൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. റിയൽ അക്കൗണ്ടല്ല, അത് ഫേക്ക് അക്കൗണ്ടാണ്. അപ്പം അത്രത്തോളം അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? അതിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല. സജിനേച്ചി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തിനെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തായാലും നെഗറ്റീവും പോസിറ്റീവും കണ്ട സജിനേച്ചി പ്രതികരിക്കും. സജിനേച്ചിയുടെ നമുക്ക് പരിചയപ്പെടുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്തെന്ന് പറയുന്നത്, സജിനേച്ചിയായിട്ട് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സജിനേച്ചി സ്വഭാവം പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ ചേച്ചി സ്പോട്ടിൽ പ്രതികരിക്കും. ഈ സ്പോട്ടിൽ പ്രതികരിക്കുന്ന ആൾക്കാർ നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുമോ ഇത് ഭയങ്കര ജാടയാണല്ലോ, ഭയങ്കര ഇതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കുറ്റം നമ്മൾ പറയും. അത് നമ്മൾ പറയും. പക്ഷേ ഒരാളെ ഞാൻ ഒരുപാട് നാളെ ചേച്ചിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ നമ്മളെന്നും വിളിക്കുന്നതോ നമ്മളെന്നും കാണുമെന്നോ എന്നൊന്നുമില്ല. പക്ഷേ എന്നാലും ന്യായമായിട്ടുള്ള കാര്യത്തിന് ആ ചേച്ചി പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പം രേണു ചേച്ചി ഒരു നെഗറ്റീവ് ചെയ്താലും സജിനേച്ചി പ്രതികരിക്കും. സജിനേച്ചി കുറ്റം തന്നെ പറയും. അത് ചെയ്തതും അവൾ നല്ലതാണെന്ന് സജിനേച്ചി ഒരിക്കലും പറയുന്ന ആളല്ലെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് നല്ലോണം അറിയാം. ഇത്രയും വീഡിയോസ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഒരുപാട് റീൽസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ ഒക്കെ ഈ പോണ സമയത്തും വരുന്ന അത് ആ ചേച്ചിനെ നെഗറ്റീവ് പറയുന്നവർക്കെതിരെയാണ് ആ ചേച്ചിനെ അത്രത്തോളം അറിയാം. എനിക്ക് സജിനേച്ചിയുടെ വോയിസ് നോട്ട് രേണു ചേച്ചി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസ് നോട്ട് ഞാൻ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സജിനേച്ചി മറ്റേ രഞ്ജിച്ചിയുടെ ചേച്ചി സംസാരിച്ച വോയിസ് നോട്ട് എനിക്ക് അയച്ചു തരണം. അതും ഞാൻ വ്യക്തമായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ആരാണ്. അപ്പം ഞാനത് കേട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം രണ്ട് ഭാഗവും നമ്മൾ കേൾക്കണം. രണ്ട് ഭാഗവും കേൾക്കാതെ ഒരാളെങ്ങനെ നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത്? അത് നെഗറ്റീവുകൾ പറയാം, നമുക്ക് ആരെയും നെഗറ്റീവുകൾ വേണമെങ്കിൽ പറയാം. നമ്മൾ അതിൽ പറയേണ്ട നെഗറ്റീവ് നമുക്കിപ്പം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്കത് പറയുന്നതിന് വലിയ ഇതൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞുകൂടല്ല എന്നൊന്നും ചിന്തിക്കണ്ട. ഇപ്പം എനിക്ക് പറയാം, നിങ്ങൾക്കും പറയാം, ആർക്ക് വേണമെങ്കിലും അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ പറയുന്നതിൽ ഒരു സത്യസന്ധത വേണം. എന്തൊരാളെ പറയാമെന്ന് ആരും ചിന്തിക്കരുത്. നീ എന്തോ PR വർക്ക് ചെയ്യുന്നവനാണോ, നിനക്ക് അവൾ 10 ലക്ഷം രൂപ തരുന്നതാണോ, നീ അങ്ങനെ ചെയ്യുന്നവനാണോ, നീ ഇങ്ങനെ ചെയ്യുന്നതാണോ, നീ അവളെ പാവാട വള്ളിയാണോ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാമാണോ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് അലക്കാൻ പറ്റുന്നത് അത്രത്തോളം ചേച്ചിനെ അലക്കുന്നത്. അപ്പം ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ കാരണവും അതാണ്. കാരണം എനിക്കറിയാവുന്ന ഒരു വ്യക്തിനെ ഒരു മോശം പറയുമ്പോൾ ഞാൻ പ്രതികരിക്കും. ആ ചേച്ചി അങ്ങനെയുള്ള ആളല്ല. സത്യസന്ധതയായിട്ട് ആ ചേച്ചി അറിയുന്ന കാര്യങ്ങൾ മാത്രമേ ആ ചേച്ചി രേണു ചേച്ചി സപ്പോർട്ട് ചെയ്ത് പറയുന്നുള്ളൂ. അതായത് ആവശ്യമില്ലാത്ത ഒരു കാര്യം രേണു ചേച്ചി സപ്പോർട്ട് ചെയ്ത് അവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ലോകത്തുണ്ട്. ഈ രേണു വസതി എന്ന് പറഞ്ഞ വ്യക്തി സ്നേഹിക്കുന്ന ഒരുപാട് പേര് ലോകത്തുണ്ട്. നെഗറ്റീവ് പറയുന്നവരും ഉണ്ടാവാം. പക്ഷേ ഈ പറയുന്നവർ ഇപ്പം സ്നേഹിക്കുന്നവരെല്ലാവരും മോശം ആൾക്കാരാണെന്ന് അതെന്തിനാണ് പറയുന്നത്? നിങ്ങളിപ്പോൾ ഈ കമൻസ് ഇട്ട ഫ്രണ്ടിനെ ഇപ്പം ഈ അയാൾ മാത്രമാണ് സ്നേഹിക്കുന്നത്, വേറൊരാളും സ്നേഹിക്കുന്നത്. ഇയാൾ സ്നേഹിക്കുന്ന പോലെ എല്ലാവർക്കും വേറൊരാൾ സ്നേഹിക്കുന്നത്. രണ്ടുപേർക്കും രണ്ട് അഭിപ്രായമില്ല എന്നും പറഞ്ഞ് ഈ രണ്ടുപേരും ഈ കുറ്റക്കാരാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം അതെങ്ങനെ കുറ്റക്കാരാവും? ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത സമയത്തൊന്നും രേണു ചേച്ചി എന്ന് പറയുന്ന വ്യക്തിനെ നല്ല മോശമായിട്ട് വരുന്ന സമയത്തും ഞാൻ സജിനേച്ചി ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട്. സജിനേച്ചിനെ പ്രതികരിക്കുന്ന ആളും തന്നെയാണ്. നമുക്കത് അറിയാമല്ലോ. എനിക്ക് സജിനേച്ചി പേഴ്സണലി നല്ലോണം അറിയാം. അവൾ സജിനേച്ചി പ്രതികരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ പറയുന്നതിൽ സത്യസന്ധത വേണം. അത് അങ്ങനെ അല്ലാതെ ഒരിക്കലും ഒരാളെ അങ്ങനെ പറയരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ പറഞ്ഞ് സജിനേച്ചി പറയുന്നത് 100% സത്യസന്ധത കൊണ്ട് സജിനേച്ചി ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അപ്പം അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് സജിനേച്ചിനും രേണു ചേച്ചിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടും സജിനേച്ചിയായിട്ടും ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, രേണു ചേച്ചിയായിട്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതൽ വീഡിയോസ് നമുക്ക് കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. അപ്പം നമുക്ക് അടുത്തൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബായ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബായ്.